once again welcome back to my channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ സോപ്പ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറം ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിത് ഇതുപോലത്തെ സോപ്പ് ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 6-7 മാസത്തേക്ക് നമുക്ക് വേറെ സോപ്പ് ഓയിലൊക്കെ ആവശ്യം വരത്തില്ല. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സോപ്പ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളതാണ് ഇതാണ് ഓയിൽ. നമ്മുടെ സോപ്പ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓയിൽ. പിന്നെ ഇത് കാസ്റ്റിക് സോഡ, ഇത് സോഡിയം സൾഫേറ്റ്, പിന്നെ നമ്മളിതിൽ ഒഴിക്കുന്ന പെർഫ്യൂമാണിത്. ഇത് ഓരോ ഫ്ലേവർ ആട്ടോ. പിന്നെ അതിന് നമുക്ക് ഓരോ കളർ ഉണ്ടാകും. ഇപ്പോൾ ഓറഞ്ച്, യെല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സോപ്പ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി 2 ലിറ്റർ വെള്ളം ഓരോ ബക്കറ്റിലും ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ലിറ്റർ വെള്ളം ഓരോ ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കാസ്റ്റിക് സോഡയും സോഡിയം സൾഫേറ്റും ഓരോ ബക്കറ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സോപ്പ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2 ബക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 2 ബക്കറ്റും പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബക്കറ്റായിരിക്കണം. കാരണം വേറെ അലുമിനിയത്തിൻ്റെ ഒന്നും ബക്കറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എല്ലാം പ്ലാസ്റ്റിക്, നമ്മൾ ഉപയോഗിക്കുന്ന തവിയാണെങ്കിലും പ്ലാസ്റ്റിക് ആയിരിക്കണം. പിന്നെ കയ്യിലൊന്നും ഇത് പറ്റാതിരിക്കാൻ നോക്കണം. കാരണം സോഡിയം സൾഫേറ്റ് ഒക്കെ വളരെ ഹാംഫുൾ ആണ് നമ്മുടെ കൈക്കൊക്കെ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിത് ഇളക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരേ ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ, അല്ലാതെ 2 ഡയറക്ഷൻ നമ്മളിത് ഇളക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി സോഡിയം സൾഫേറ്റ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ബക്കറ്റിലേക്ക് കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞതിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ നിങ്ങൾ ഇളക്കി കൊടുക്കാവുള്ളൂ. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. 2 ഡയറക്ഷനിട്ട് ഇളക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒരു 6 മണിക്കൂർ ശേഷം കഴിഞ്ഞിട്ട് നമ്മളിനി സോപ്പ് ഓയിൽ ബാക്കി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 6 മണിക്കൂറത്തേക്ക് നമ്മളിത് അടച്ചു വെക്കണം, മൂടി വെക്കട്ടോ ഇത്. അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ 6 മണിക്കൂറായി ഇത് നമ്മൾ കലക്കി വെച്ചിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാസ്റ്റിക് സോഡ ഞാൻ സോഡിയം സൾഫേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സോഡിയം സൾഫേറ്റിലേക്ക് നമ്മൾ കാസ്റ്റിക് സോഡ ആഡ് ചെയ്തു. ഇനി നമുക്കിതാണ് നമ്മുടെ സോപ്പ് ഓയിലിൻ്റെ ഓയിൽ. നമുക്കിത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്കിത് ഏത് ഷോപ്പിലും കിട്ടും. ഇത് പൊങ്ങി വരുന്നുണ്ട്. പിന്നെ കൈയൊന്നും ആദ്യം ഇട്ട് ഇളക്കരുത് കേട്ടോ. കുറച്ച് ശേഷം മാത്രമേ നിങ്ങൾ കൈ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈഡിലേക്ക് മാത്രമേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസി ആവും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനെടുത്തേക്കുന്നത് പച്ച കളറാണ്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലാകും. അപ്പോൾ നമ്മുടെ സോപ്പ് ഓയിൽ ദേ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ കളറാണ് നമ്മുടെ സോപ്പ് ഓയിലിൻ്റെ കളറ്. അപ്പോൾ നമ്മളിതേ സോപ്പ് ഓയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ഒരു 6 മണിക്കൂറായാലും നമ്മൾ വെച്ചിട്ട് അപ്പോൾ അതിൻ്റേതായ ലൈറ്റിൻ്റെ ഒക്കെ കുറവുണ്ടാകും. പിന്നെ ഞാനിത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ശേഷമേ നിങ്ങളൊരു കുപ്പിയിലേക്ക് ഇത് മാറ്റാൻ പാടുള്ളൂ. അതൊരു ഇങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കുക. അപ്പം ഇതെനിക്കൊരു സജഷനി വന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ സോപ്പ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവുന്നൊരു വീഡിയോയിൽ ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറം ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മറ്റു ദിവസം മറ്റൊരു വീഡിയോ എത്തുന്നവരെ ബൈ ബൈ.